നമസ്കാരം, ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്നൊരു കിടിലൻ ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:15 ഉദയ് എക്സ്പ്രസ്സിന് കോയമ്പത്തൂർ വരെ ഞങ്ങൾ ഇന്ന് പോകുന്നു. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലത്തെ മെജസ്റ്റിക്കിലെ ബസ് സ്റ്റാൻഡ്. ഈ കാണുന്നതാണ് നമ്മുടെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ്. ഒരുപാട് ബസ്സുകൾ അവിടെ ഉണ്ട്. അതുപോലെ ഇവിടുന്ന് ഒരുപാട് ബസ്സുകൾ ഇറങ്ങിയിട്ടും വരുന്നതാ. ഇതൊക്കെ BMTC ആണ്, ബാംഗ്ലൂരിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട BMTC ബസ്സുകൾ. ഇത് BMTCന്റെ വജ്ര. രണ്ടെണ്ണം ഒരേപോലെ പോകുന്നുണ്ട്. നോർമലി നോൺ AC ബസ്. ഓരോ സെക്കൻഡിലും ആണ് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഒരു മിനിറ്റിൽ തന്നെ എത്ര ബസ്സുകളാണ് ഇതിലേ കൂടെ കടന്നു പോകുന്നത്. വേണ്ട, ഇതിനൊരു അവസാനമില്ല. വേറെ ഒരെണ്ണം അകത്തേക്ക് വരുമ്പോൾ രണ്ടെണ്ണം പുറത്തേക്ക് ഇറങ്ങും. അങ്ങനത്തെ രീതിയിൽ അത് നോക്കിയാൽ ഇതൊക്കെ ബസ് സ്റ്റാൻഡിലോട്ട് ഇപ്പോൾ കയറി പോകുന്നതാണ്. ഇവിടെ നിന്നുണ്ട് ഈ ഒരു പച്ച കളറിലുള്ള ബസ് ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന്. ഇത് ഇലക്ട്രിക് ആണ്. ഇത് സ്വിച്ച് എന്താ അല്ലേ. എന്തായാലും ഞങ്ങൾ എപ്പോഴും ഈ ഒരു ബാംഗ്ലൂർ വന്നാൽ ഈ ഒരു ഭാഗത്ത് വരാറുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ കെമ്പൈഗൂഡ മെട്രോ സ്റ്റേഷൻ ഇല്ലേ, അതങ്ങ് അവിടെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തുള്ളത് ലോങ്ങിലേക്ക് പോകുന്ന വോൾവോയും അതുപോലെ സ്കാനിയൊക്കെ നിർത്തുന്ന ഒരു ഭാഗമാണ്. ഇതാ ഇവിടെ രാജഹംസ എന്നൊക്കെ പേരിലുള്ള വണ്ടി, എല്ലാ ആ ഭാഗത്തെല്ലാം ഉണ്ട്. ആ ഭാഗത്താണ് എല്ലാം ഉള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കിട്ടില്ലെന്നാണ് കേട്ടാ. അത് എന്നും എങ്ങനെയാണെന്ന് പറയേണ്ടി അറിയില്ല. കാരണം ഈ ഒരു ബസ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. അതുപോലെ നമ്മുടെ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനുള്ളത് അങ്ങ് മുന്നിലേക്കാണ്. നമുക്കിനി അവിടത്തോട്ട് പോകാം. പിന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി പോകാൻ ഇങ്ങനെ വഴിയൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ ബസ്സുകളൊക്കെ കയറി പോകുന്നത് കണ്ടതാ. അവിടുന്ന് അത് അതുപോലെ ഇറങ്ങി വരുന്നു, ഇവിടുത്തെ ഇതേ കയറി പോകുന്നു. ഇനി ഇതുവഴി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. KSR ബംഗളൂരു സ്റ്റേഷൻ. ഇപ്പം നേരെ കാണുന്ന അങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഒരു കോച്ച് മാത്രമുണ്ട്. ഇതാ ഒരു പഴയ കോച്ച്, 2004 നിർമ്മിച്ച സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ കോച്ച് തന്നെയാണ്. വേണ്ടതാ 04 വേണ്ട. ഇത് ഞങ്ങൾ അന്ന് വന്ന സമയത്തൊന്നും ഇതിവിടെ കണ്ടില്ല. എന്റെ ഒരു ഊഹത്തിനനുസരിച്ച് മനു ഇതുപോലെ റെസ്റ്റോറന്റ് ഉണ്ടാക്കാനായിരിക്കുമോ ഭാവിയിൽ? അങ്ങനെ ആയിരിക്കാം. അല്ല, പിന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷന് പുറത്ത് അത്യാവശ്യം ഇതേപോലെ തന്നെ എന്താ പറയാ കാണാറുണ്ട്. ലോക്കോകളും കോച്ചുകളും വെക്കാറുണ്ടല്ലോ. അവിടെ അതാ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. എന്തായാലും ഇവിടുത്തെ തിരക്ക്, ഈ അൺറിസർവ്ഡ് ടിക്കറ്റിന്റെ ഇതൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഈ ഒരു ഫുഡ് പ്ലാസയെന്ന് IRCTCന്റെ ഫുഡ് പ്ലാസയെന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം വാങ്ങി ട്രെയിനിൽ കഴിക്കാൻ വിചാരിച്ചു. നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഉദയ് എക്സ്പ്രസ് 12:40 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും. 22:666. കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ എത്ര വണ്ടി 12:40 ഇവിടെ 3-ലേക്ക് വരും. എന്നാൽ പിന്നെ നമുക്കിനിപ്പോൾ പുറപ്പെടുന്ന അതേ നമ്പർ അതേ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ നേരെ 3-ലോട്ട് പോവാം ഇതുവഴി. പിന്നെ ഇവിടെ തന്നെയാണ് റിട്ടയർ റൂം വരുന്നത്. പ്രൈവറ്റാണ്. ഇവരാണ് നടത്തുന്നത് റിട്ടയർ റൂം. ഇവിടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട മറ്റൊരു പ്രത്യേകത ഇതാ ഇവിടെ ഉണ്ട്, സേഫ് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇത് നമുക്ക് ഓൺലൈനിൽ പൈസ അടച്ചിട്ട് ഇവിടെ തന്നെ നമുക്കെന്താ ലോക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ബാഗൊക്കെ. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ മീഡിയം 6 മണിക്കൂറിന് 40, 24 മണിക്കൂറിന് 80, പിന്നെ എക്സ്ട്രാ ലാർജിന് 6 മണിക്കൂറിന് 130 രൂപ എന്നൊക്കെ ഉണ്ട്. ഉണ്ട്. അടിപൊളി തന്നെയാണ്. എല്ലാം ഓൺലൈൻ തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. എല്ലാം അടിപൊളിയായി. ഞങ്ങളിവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയാണല്ലോ വരിക. ഇത് ബംഗളൂരു ഭുവനേശ്വർ പ്രശാന്തി എക്സ്പ്രസ്സാണ്. ഇതിൻ്റെ ജനറലൊക്കെ ഇപ്പം തന്നെ ഫുള്ളായി. സ്ലീപ്പറൊന്നും തുറന്നിട്ടില്ല. ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി വെയിറ്റിംഗാണ്. നമ്മുടെ ട്രെയിൻ ഉദയ എക്സ്പ്രസ് 2 കിലോമീറ്ററും കൂടിയേ വരാനുള്ളൂ. ഇപ്പം എത്തും. കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ 5:45 വിട്ട വണ്ടിയാണിത്. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഉദയ് എക്സ്പ്രസ് അടിപൊളിയാണല്ലോ. നല്ല ആഡ്. ഈ ട്രെയിനിൽ ഫുള്ള് റിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് മാത്രമേ ഉള്ളൂ.
അൺറിസർവ്ഡ് കോച്ചസ് ഒന്നും ഇല്ല ഇതിന്. ഇതാണ് മെയിൻ ഉദയിൻ്റെ ഒരു ലിവറി വരുന്നത്. സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇത് ഇങ്ങനെ കാണുന്നത്. ഇത് AC ഡബിൾ ഡെക്കർ. ഇതിന് പുറമെ തന്നെ ഇതിൽ സെക്കൻഡ് സീറ്റിങ്ങിലുള്ള കോച്ചും ഉണ്ട്. ഇതാ ഈ കാണുന്നത് ഇതാ വരുന്നുണ്ട്. ഇതാ നോൺ AC കോച്ചസും ഈ ഒരു ഉദയ് എക്സ്പ്രസ്സിൽ ഇൻക്ലൂഡാണ്. D1 ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലീനിങ് ആണ്, അതുകൊണ്ട് നമുക്കിപ്പോഴേ കയറാൻ പറ്റില്ല. ഇതിൻ്റെ C5 കോച്ചാണ്. ഈ ആഡ് നേരത്തെ ഉണ്ടായത് റിമൂവ് ചെയ്താലുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തൊരു വൃത്തിയിട്ട കോലമല്ലേ ഇത്. നല്ല ആഡായിരിക്കും ഇതിന് മുമ്പ് ഉണ്ടാവുക, അത് റിമൂവ് ചെയ്താൽ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിൽ ആദ്യം ഒന്നെങ്കിൽ പെയിൻറ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഒരു ആഡ് ഇതിൽ ഉണ്ടാക്കണം. എന്നാലും ഇതിനൊരു കുറച്ചും കൂടി വൃത്തിമനെ ഉണ്ടാവുള്ളൂ. നല്ല കോച്ച് ഉണ്ടായത് ആഡ് വെച്ചിട്ടല്ലേ, അത് റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും. എല്ലാ ട്രെയിനും ഈ ഒരു സെയിം അവസ്ഥ തന്നെ ഉണ്ടാവുക. ഉദയ് എക്സ്പ്രസിൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ആയ D1 കോച്ചിലേക്ക് നമുക്കൊന്ന് കയറാം. ആദ്യം നമുക്കിതിൻ്റെ നോൺ AC കോച്ചസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൻ്റെ അകത്ത് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ സീറ്റിംഗ് ലേഔട്ട് വരുന്നത് 3x3 ആണ്. ഇങ്ങനെയാണ് വരിക. പുഷ് ബാക്ക് സീറ്റാണ്, അടിപൊളിയാണ്. ഞങ്ങളിതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ടേബിളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഫാനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ഫുഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് പുഷ് ബാക്ക് സീറ്റാണ്. ഇതുണ്ട് അതിൻ്റെ ഓപ്ഷൻ. എല്ലാ സീറ്റിലും പുഷ് ബാക്കിംഗ് ഉണ്ട്. നമ്മളെ കേരളത്തിൽ ഇതുപോലുള്ള കോച്ചസ് ഉള്ള വണ്ടികൾ കൂടുതലായിട്ട് വരണമായിരുന്നു അല്ലേ. ചാർജിങ് സോക്കറ്റ്, ഇതെല്ലായിടത്തും ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാ കോയമ്പത്തൂരിലേക്ക്? ഞങ്ങൾ ഒരു തവണ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡബിൾ ഡെക്കർ തന്നെ AC തന്നെ എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. നോൺ AC, അതായത് സെക്കൻഡ് സീറ്റിൽ പോകാമല്ലോ. അപ്പൊ ഇവിടുന്ന് KSR ബംഗളൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ ഇതിന് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 180 രൂപയാണ്. അതെ, 180 രൂപ. 180 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കോയമ്പത്തൂരിലെത്താം. ഇനിയിപ്പോൾ നമ്മുടെ കോച്ചിലേക്ക് കയറുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തുള്ള C7 തന്നെയാണ് നമ്മുടെ കോച്ച്. കാരണം ക്ലീനിങ് ആണ്. KSR ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 22-665. അതുപോലെ തന്നെ C7 നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ് C7. അതുപോലെ തന്നെ ഉദയ്. ഈ ഉദയ് എന്ന് പറഞ്ഞൊരു ഇതിനൊരു വലിയൊരു നെയിം ഉണ്ട്, അതായത് ഫുൾ ഫോം ഉണ്ട്. അതായത് ഉദയ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ട ഡബിൾ ഡെക്കർ എയർ കണ്ടീഷൻഡ് യാത്രി എന്നാണ് ഈ ഒരു 4 ഇതിൻ്റെ ഫുൾ മീനിങ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് കയറാം. ഈ കോച്ചിൽ ഫസ്റ്റ് കയറുന്നത് ഞങ്ങൾ 2 പേരും മാത്രമാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഡോറാണ്, സ്ലൈഡ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഈ ഒരു ഡബിൾ ഡെക്കറിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ 3 പേർക്ക് ഇരിക്കേണ്ട ഒരു സീറ്റിംഗ് ഉണ്ട്. ഇവിടെയും 3 പേർക്ക് ഇരിക്കേണ്ട സീറ്റിംഗ് ഉണ്ട്. അപ്പർ ഡെക്കറിലേക്ക് കയറേണ്ടത് ഇതിൽ വഴിയാണ്. അതിന് പുറമെ തന്നെ നമുക്ക് ലോവറിലേക്കൊന്ന് ജസ്റ്റ് പോവാം. ലോവറിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് സീറ്റിൻ്റെ ലേഔട്ട്. 2x3 ഈ ഒരു ലേഔട്ടിലാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നത്. ചാർജിങ് സോക്കറ്റ് എല്ലായിടത്തും ഉണ്ട്. ഇത് കർട്ടനാണ്. അതുപോലെ തന്നെ നമുക്ക് ടേബിളും കാര്യമുണ്ട്. ഇങ്ങനെ ഇതൊക്കെ പത്രമൊക്കെ വെക്കാണ്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ ഫുഡ് റെസ്റ്റ് കാണുന്നില്ല. പിന്നെ പുഷ് ബാക്ക് സീറ്റും കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ ഇരുന്നാല് കാണാൻ പറ്റുന്നതാ ഇങ്ങനെയാണ് നേരെ പ്ലാറ്റ്ഫോമാണ്. കണ്ടാ നല്ലൊരു ഇതുവരെ നമുക്ക് താഴെ കിട്ടിയിട്ടില്ല അല്ലേ. എനിക്കൊന്ന് നമ്മള് ഈ ഉദയ് എക്സ്പ്രസിൽ ഇതിന് മുന്നേ ഒരു തവണ 2019 ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2019 ചെന്നൈ KSR ബംഗളൂരു ഡബിൾ ഡെക്കർ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു 6 മാസം മുന്നേ വീണ്ടും അതിൽ തന്നെ ട്രാവൽ ചെയ്യും. 3 തവണ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് നമ്മൾക്ക് കിട്ടിയത് മേളിൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു ലോവർ കിട്ടിയിട്ടേ ഇല്ല. അതെന്താന്ന് അങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഈ തലയൊക്കെ പെട്ടെന്ന് മുട്ടും. കണ്ടാ ഇതിന് ഒട്ടിതില്ല. ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെയാ വെക്കുക. ഇനി നേരെ നമുക്ക് അപ്പറിലേക്ക് പോവാം. അപ്പറിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടുതലുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൂടുതൽ സീറ്റിംഗ് ഉണ്ട്. ഇവിടെ നമ്മുടെ സീറ്റ് വരുന്നത്, അതായത് ഈ ഒരു അപ്പർ ഡെക്കറിലാണ്. അപ്പർ ഡെക്കറിൽ 89-90 അല്ലേ നവി? 89-90 ദേ ഇവിടെ തന്നെയുണ്ട്. അതായത് വാവ്, ഈ 2 സീറ്റാണ്. പക്ഷേ വിൻഡോ എന്താ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചതാ. പിന്നെ ഇനിയിപ്പം ഈ ഒരു ഇവിടെയാണ് ഇതിന്റെ പുഷ് പാക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ കേട്ടാ. ഇതാണ് മാക്സിമിന്റെ ഇത്രയാണ്. പിന്നെ പല കോച്ചിന്റെ ഇവിടെയും പുഷ് പാക്കിന്റെ സാധനമൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ
അവിടെയൊക്കെ കണ്ട അതൊക്കെ ഏകദേശം ഇളകി പോകുന്ന രീതിയിലാണ് ഉള്ളത്. എന്റെ ഈ അറ്റത്ത് വരുന്ന സംഭവം ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തായാലും അത് വർക്കിംഗ് അല്ല, എല്ലാം കാലപ്പഴക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് കയ്യൊക്കെ വെക്കേണ്ട കാര്യമുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇത്തവണ നമുക്ക് 2 റോ സീറ്റിന്റെ അവിടെ കിട്ടിയ. ഈ 3 റോ ഉണ്ടെങ്കിലല്ല ഞങ്ങൾക്ക് രണ്ടാക്കി ഇവിടെ കിട്ടിയ. ഇവിടെ ഒരാൾ വന്നിരുന്ന ഇറങ്ങി പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ KSR ബംഗളൂരിൽ നിന്ന് കോയമ്പത്തൂരേക്ക് ഒരാൾക്ക് ചെയർക്കാരന് വരുന്ന ഫെയർ 625 രൂപയാണ്. ഇനിയിപ്പോൾ വണ്ടി വിടാൻ ഒരുപാട് സമയമുണ്ട്. എത്ര അതിന് മുന്നേ തന്നെ നമുക്ക് ഫുഡ് കഴിച്ചാലോ? അതെ, നമ്മള് വാങ്ങിയ ഫുഡ് ഉണ്ടല്ലോ, അത് കഴിക്കണം. ഈ ടേബിൾ ഉണ്ട്, ഇവിടെ ആൾക്കാർ വരുന്നതിന് മുമ്പ് കഴിക്കാം. ഇപ്പം ഭക്ഷണം ഈ ഒരു ടേബിളിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു. ഓപ്പൺ ചെയ്തോ നവി. ഇതാ ഫുഡ് കോർട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. നല്ല പാക്കിങ് തന്നെ അല്ലേ? നമ്മള് ഈ ബാംഗ്ലൂർ KSR ബാംഗ്ലൂർ റിട്ടയർ റൂമിലേക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ താഴത്തെ ആ ഒരു ഫുഡ് കോർട്ട് തന്നെയാണ് ഫുഡ് വാങ്ങാറ്. വെജ് ബിരിയാണി ഉണ്ട്. വെജ് ബിരിയാണിക്ക് 80 രൂപയാണ്. അപ്പം 2 പേർക്കും കൂടിയിട്ട് അത് 160 രൂപയായി. പിന്നെ ഉള്ളത് അവിടെ വെജ് മീൽസും ആണ്. അതിനെക്കാട്ടി ഞങ്ങൾക്ക് ടേസ്റ്റ് കഴിക്കാൻ രസം വെജ് ബിരിയാണി തന്നെയാണ്. പിന്നെ അതിന്റെ ഒന്നിച്ചുണ്ടല്ലോ റൈത്തൊക്കെ കിട്ടും, തൈരൊക്കെ കിട്ടും. ഞങ്ങൾ വേണ്ട പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അത് വേണ്ടാന്ന് ഒഴിവാക്കി. ഇപ്പം ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കിത് കഴിക്കാം. കാരണം ഇത്രയും നല്ലൊരു സൗകര്യം വേറെ കിട്ടൂല. കാരണം നമ്മളെ ആ ഒരു ഈ ഒരു സീറ്റിന്റെ പുറകിലത്തെ ടേബിൾ അത്ര നല്ല രീതിയിലൊന്നും കഴിക്കാൻ പറ്റൂല. ഇത് ഇത് തന്നെ കണ്ട നല്ല ബിരിയാണിയാണ്. ഒരു കാര്യം ചെയ്യാം, ഈ ട്രെയിനിൽ എന്തായാലും പാൻട്രി ഉണ്ട്, ഓൺ ബോർഡ് കാറ്ററിംഗ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ഫുഡൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇപ്പം വെജ് ബിരിയാണി എല്ലാം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് തമിഴ്നാട്, അതായത് സേലം ഈറോഡ് ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ രാത്രി ചിക്കൻ ബിരിയാണി കഴിക്കും. അതെ നോക്കാം. ഫുഡൊക്കെ കഴിച്ചു. ഇതിന്റെ വാഷ് ബേസിന്റെ ഇവിടെ വന്നിരിക്കുകയാണ്. നല്ല എന്താ വൃത്തി എന്നറിയാം. ഇവിടെ ഹാൻഡ് വാഷ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആയിരിക്കണം എല്ലാ ട്രെയിനിലത്തെ കോച്ചസ് ഒക്കെ അല്ലേ വീട്. സ്ലീപ്പർ ആയാലും AC ആയാലും അല്ലേ മസ്റ്റ് ആയിട്ട് ഈ സംഭവം വേണം, ഹാൻഡ് വാഷ് വേണം. ഞങ്ങള് ഒരു ഒട്ടുമിക്ക ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സോപ്പ് കൊണ്ടുപോകും. കാരണം ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് കൈ കഴുകണമല്ലോ. ഇതുണ്ടെങ്കിൽ ആ ഒരു ഇതില്ല. അതെ എന്തായാലും വേണം ഇതൊക്കെ. ഉദയ് എക്സ്പ്രസിന്റെ ലോക്കോമോട്ടീവ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. WP7 ആണ്. കോയമ്പത്തൂർ വരെ ഈ ഒരു ലോക്കോമോട്ടീവാണ് ഉണ്ടാവുക. ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിന്റെ ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. അപ്പൊ നമ്മുടെ കോച്ചിലോട്ട് തന്നെ പോവാം. ഉദയ് എക്സ്പ്രസ് KSR ബംഗളൂരു സിറ്റി റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് 2:15 തന്നെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇത് കർണാടക എക്സ്പ്രസ് ആയിട്ട് വന്ന വണ്ടിയാണ്. ഇന്ന് രാത്രിക്ക് ചെന്നൈ മെയിലായിട്ട് പോകും. വൃന്ദാവൻ എക്സ്പ്രസ് MGR ചെന്നൈ സെൻട്രൽ. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് കൃഷ്ണരാജപുരമാണ്, അതായത് KR പുരം. ഇവിടെ ഒരു ട്രെയിനിൻ്റെ പടം കണ്ട, അതാ ഒരു മതിലിൽ വരച്ച് വെച്ചത്. ബംഗളൂരു ചെന്നൈ. ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ഇതിന് കർട്ടൻ ഇല്ലാടത്തോളം കാലം ഈ കൂളിംഗ് ഒട്ടിക്കേണ്ട എന്ത് കാര്യമുള്ളത്. ഇതിപ്പോൾ ഉള്ളതും കൂടെ ഇല്ല. ആ ഒരു അവസ്ഥയായിപ്പോയി. പുറത്തേക്കൊരു വ്യൂ പോലും മര്യാദ കാണുന്നില്ല. ഈ കർട്ടൻ പോരെ ഇവിടെ. അതിന് പിന്നെ ഇത് വേണ്ട കാര്യമുണ്ട്. ഈ കർട്ടൻ ഇല്ലെങ്കിൽ പിന്നെ ഇത് ഒട്ടിക്കുക. കാരണം പിന്നെ അർത്ഥമുണ്ട്. ഇത് വെറുതെ ഒട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. ട്രെയിൻ ഇപ്പോൾ ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. മെട്രോ മെട്രോ KR പുരം, അതായത് കൃഷ്ണരാജപുരത്തെത്തി. ഈ ട്രെയിനിൽ കൂടുതൽ ആൾക്കാരും കയറുക ഇവിടുന്നാണ്, കൃഷ്ണരാജപുരത്തുനിന്നാണ്. എന്നാൽ നിങ്ങൾ തിരക്ക് വായിക്കോ, നല്ല തിരക്കുണ്ടാവും.
ഇതിന്റെ വലിയ വണ്ടി എന്നല്ല, ചെറിയ വണ്ടിയാണ്. ഇതാ കയറാനുള്ള തിരക്ക് കണ്ടാ. എൻ്റെ അമ്മ വണ്ടിയിൽ മുഴുവൻ ആൾക്കാർ ഇവിടെ തന്നെയാന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ടാവുമെന്ന്. പിന്നെ ഇനിയിപ്പോ അടുത്ത ഈ ട്രെയിനിന്റെ സ്റ്റോപ്പ് ഇനിയിപ്പോ കർണാടകയിൽ നിന്നൊക്കെ മാറി ഇനി ഉള്ളത് എവിടെയാ? ആന്ധ്രാപ്രദേശ്, കുപ്പം. കുറെ പോകാനുണ്ട്, 100 കിലോമീറ്ററിന് അടുത്ത് പോകാനുണ്ട്. നമ്മളിന്ന് പുറത്തിറങ്ങാന്ന് വെച്ച് നിന്നു. പക്ഷെ ഇവിടെ 1 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ. നല്ല തിരക്കാണ്, കാരണം ആൾക്കാർക്ക് പാസഞ്ചേഴ്സിന് കയറണ്ടേ. അതുപോലെ തന്നെ ഈ വണ്ടിന്റെ സ്പീഡൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ആ ഒരു ഗ്ലാസ് തന്നെ എടുക്കാം, കാരണം ഇതിന്റെ ഡോറിനടുത്തേക്ക് അധികം വരാൻ പറ്റില്ല, കാരണം ഭയങ്കര സ്പീഡായി ട്രെയിൻ. നല്ല സ്പീഡാണ്, നമ്മുടെ സേഫ്റ്റി കൂടെ നോക്കണ്ടേ. കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്ത് നേരെ വലിയൊരു ഇതാ പാലമുണ്ട്. ഇതാ അയ്യോ കിട്ടില്ല. ട്രെയിനിന്റെ സ്പീഡ് കണ്ടാ 110 ഉദയ എക്സ്പ്രസിന് ഭയങ്കര സ്പീഡാണ് കേട്ടാ. 110 തന്നെ. ഇത് 110 സ്ട്രെച്ച് ചെയ്ത് പോവുക. ഇനി അടുത്ത ഒരു മെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബംഗാരപ്പേട്ടാണ്. അവിടെ പോലും ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. എല്ലാം സ്കിപ്പ് ചെയ്യും. ഇതേ സ്പീഡിലാണ് സ്കിപ്പ് ചെയ്യും. ഈ ഒരു സ്പീഡിലാണ് ഞങ്ങൾ ആ ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടത്. എത്രത്തോളം സേഫാന്ന് പിന്നെ നിങ്ങളോട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഓരോ സ്റ്റേഷൻ എത്തുമ്പം വണ്ടി വളരെയധികം സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. ആ ടൈമിൽ നമുക്ക് അവിടത്തോട്ട് പോകാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. കർണാടകയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. കുപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 3:50 റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാനുണ്ടാവും. കുപ്പത്ത് നമ്മുടെ ട്രെയിന് 1 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. വണ്ടി ചെറുങ്ങനെ അനങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നതേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് സേലത്താണ്. ട്രെയിനിൽ ഓൾറെഡി ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ടെങ്കിലും ഇതിപ്പോൾ സ്റ്റേഷനിലത്തെ ആൾക്കാർ, ഇതാണ് ഇതിലത്തെ സെക്കൻഡ് സീറ്റിങ്. ഇവിടെ തന്നെയാണല്ലോ നമ്മുടെ. അതുകൊണ്ട് അതിൽ കയറേണ്ട കുറച്ച് ആൾക്കാരൊക്കെ ഇതിലേക്ക് എന്തായാലും വരും. അവിടെ നിന്ന് കറക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അതേത് ട്രെയിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർഭംഗ മൈസൂർ എക്സ്പ്രസ്. ബീഹാറിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ഇത്. സ്ലീപ്പറും ജനറലെല്ലാം ഒന്ന് തന്നെ. ഇതിന്റെ ജനറലിന്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഇതാ. അയ്യോ അതൊരു വേറെ ലെവല് വണ്ടി. കർണാടക കഴിഞ്ഞു, ഇപ്പൊ ആന്ധ്രയിൽ കയറി. ഇനിയിപ്പോ നമ്മൾ കയറാൻ പോകുന്നത് തമിഴ്നാട്ടിലേക്ക് തന്നെ നമ്മുടെ വണ്ടി പോകുന്നത്. ഈ ആന്ധ്രയിൽ ചെറുതായിട്ട് കയറുന്നില്ല, കുപ്പം മാത്രമേ മെയിൻ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അത് ആ ഒരു മാപ്പ് കണ്ടാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതെ, ഇപ്പൊ ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് സേലം, തമിഴ്നാട് തന്നെ. 154 കിലോമീറ്റർ. അതിനിടയിൽ എവിടെ സ്റ്റോപ്പില്ല. നമ്മള് ജോളാർപേട്ട സ്റ്റേഷൻ കയറുന്നില്ല, ജോളാർപേട്ട ബൈപ്പാസ് വഴി പോകും. അപ്പൊ അതൊക്കെ ആയിരിക്കും ആ ഒരു വഴി പോകുന്നത്. അതെ അത് നല്ല കൂടുതലും. എന്തായാലും നമ്മളെ വണ്ടിക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ല. വണ്ടി 100 തന്നെ ഇപ്പൊ പോകുന്നത്. കുപ്പത്തുനിന്ന് ജോളാർപേട്ടയിലേക്ക് പോകുമ്പോഴുള്ള വലിയ മലനിരകളാണ്. അങ്ങ് ദൂരെ നിങ്ങൾ വലിയൊരു മലനിര കണ്ട. ആ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ വരുന്നത് ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ കാണുന്നൊരു ഭാഗമാണ്. കാരണം ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. ഞങ്ങളിനിയിപ്പം ഇവിടുന്ന് ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. അതായത് നേരെ നമ്മുടെ ചെന്നൈ, സേലം നമ്മുടെ മെയിൻ ലൈനിലോട്ട് കയറും. കാരണം ഇപ്പം നേരെ ഇങ്ങനെ വളഞ്ഞു പോയിട്ട് നേരെ ചെന്നൈയിലോട്ട് പോകുന്നതാണല്ലോ. അതായത് ഈ ലൈനാണ് നേരെ ജോളാർപേട്ടയിലേക്ക് പോകുന്നത്. നേരെ ജോളാർപേട്ട പോയി നേരെ കാട്ട്പാടി അങ്ങനെ പോകുന്നത്. നമ്മൾ ജോളാർപേട്ട പോവാതെ തന്നെ ബൈപ്പാസ് വഴി നേരെ സേലം ഭാഗത്തേക്ക് പോകുന്നത്. മൈസൂർ ചെന്നൈ വന്ദേ ഭാരതൊക്കെ ഇതുവഴിയാണ് പോവുക. ചെന്നൈയിലോട്ട് പോകുന്ന എല്ലാ വണ്ടി.
അത് കണ്ട ആ റോഡ്, അതായത് ആ ട്രാക്കില്ലേ അതിങ്ങനെ വളഞ്ഞ പോകുന്നത് എന്താ മനസ്സിലാവുന്നത്. ആ മലനിരേൻ്റെ താഴെയാണ് ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ കരിമ്പാണ് കാണുന്നത് മുഴുവനും. ഈ ഒരു മലനിരേൻ്റെ ഒരു ഭംഗി പോകുന്നേ ഇല്ലതാ, എന്താ അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജോളാർപേട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ആ മലനിര ശരിക്കും കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായും അത്ര അടുത്താണ്. ചെന്നൈ പോകുമ്പോൾ എന്തായാലും അറിയാമല്ലോ. ഇതാണ് ആ ലൈൻ, ചെന്നൈ സേലം മെയിൻ ലൈൻ. ഈ ഒരു പാലം നിങ്ങൾ നോട്ട് ചെയ്താൽ വെച്ചാൽ മതി. ഇതിലോട്ട് കയറുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ തിരുപ്പത്തൂർ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല, ഇതിന് സേലത്ത് മാത്രം. കയറി വൈകുന്നേരമല്ലേ, 2 കോഫി വാങ്ങിച്ചിരിക്കുകയാണ്. ചായ മാറ്റി കോഫി ആക്കി. നവീന് കോഫി വേണം ഭയങ്കര ഒരു ഇത്. എപ്പോഴും ചായ നല്ല കുടിക്കും, നല്ല ചൂടുണ്ട്, ഇതിനകത്ത് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടൊരു ചൂട് കോഫി കുടിക്കാൻ കരുതി. വേഗം കുടിച്ചോ, വണ്ടി നല്ല സ്പീഡിലാണ്. 100 മേലെ തന്നെ വണ്ടി പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ മൊറാപ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല, ഒരു ക്രോസിങ്ങിനാണ്. MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് വേണ്ടി ഞങ്ങൾ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടു. അതിപ്പോൾ എവിടെ എത്തി? അത് മൊറാപ്പൂർ എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അത് ഇതിലെ വഴി അല്ലെങ്കിൽ അപ്പുറത്തെ വഴിയാ? അല്ലല്ല, ഇതുവഴിയല്ല. ഇതുവഴി എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീൻ സിഗ്നൽ ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുന്ന ട്രാക്കാണ്, അവിടെ ഗ്രീൻ സിഗ്നലാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് ട്രാക്ക് ഉണ്ട് അവിടെ, അതുവഴിയേ വരുള്ളൂ. അപ്പോൾ അതെ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു വ്യൂ കണ്ടതാ, എന്താ ലുക്കല്ലേ വണ്ടി. അപ്പോൾ അപ്പുറത്തേക്കൂടെ ഇനിയിപ്പോൾ അതിൻ്റെ ക്രോസിംഗ് ആണ്. ഇതിലൂടെ വേറെ ഏതൊരു വണ്ടി പോകുന്നുണ്ട്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്. ധൻബാദിൽ ഈ സ്പീഡിൽ പോകട്ടാ, എൻ്റെ അമ്മ എന്തൊരു പോക്ക്. ഈ ട്രാക്കിൽ അങ്ങ് അവിടെ ഗ്രീൻ സിഗ്നലാണ്. ഇതുവഴിയാണ് ഇനിയിപ്പോൾ വന്ദേ ഭാരത് കടന്നു പോവുക. ഇങ്ങനെ ഒരു വളഞ്ഞിട്ടാണുള്ളത്. MGR ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ വന്ദേ ഭാരത്. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി നമ്മുടെ വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വന്ദേ ഭാരത് അല്ലേ, വരട്ടേന്. വന്ദേ ഭാരത് വരുന്നുണ്ടേ. ട്രെയിൻ ഇതാ സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റ് ഉണ്ട് വണ്ടി ഹോൾട്ട്. നമ്മുടെ ഈ ഒരു ഉദയ എക്സ്പ്രസിൻ്റെ കോച്ചുകളുടെ എണ്ണം ഒന്ന് പറയാം. സെക്കൻഡ് സീറ്റിലേക്ക് വരുവാണെങ്കിൽ 5 സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്. D1, D2, D5 വരെ ഉണ്ട്. അതുപോലെ തന്നെ ചെയർക്കാറിലേക്ക് വരുവാണെങ്കിൽ C7 വരെയാണുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സെക്കൻഡ് സീറ്റിംഗ് കൊണ്ടുവന്നത് ഈ ഒരു അടുത്ത കാലത്താണ്. നമ്മളൊരു 2019 കയറുന്ന സമയത്തൊന്നും സെക്കൻഡ് സീറ്റിംഗ് ഒന്നും ഉണ്ടായില്ല. ആകെ അന്ന് തന്നെ C8 വരെ അങ്ങാണ്ട് ഉണ്ടായുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഉദയ എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആദ്യമായി ഓടിത്തുടങ്ങിയത് 2018 ജൂൺ 10 വേറൊരു ഉദയ എക്സ്പ്രസ് കൂടി ഉണ്ട്. അത് ഇവിടെയല്ല, വിശാഖപട്ടണത്ത് നിന്ന് വിജയവാഡയിലേക്ക്. നമ്മൾ അതിൽ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. ട്രാവൽ ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ ഇതിന് റേക്ക് ഷെയറിങ് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല, ഇത് തന്നെയാണ് ഓടുന്നത്. പിന്നെ നമ്മുടെ ഈ കോയമ്പത്തൂർ ടു KSR ബംഗളൂരു, ഇപ്പോൾ യാത്ര ചെയ്യുന്ന KSR ബംഗളൂരു ടു കോയമ്പത്തൂരാണ്. ഇത് ആഴ്ചയിൽ ബുധനാഴ്ച മാത്രം ഓടുന്നില്ല, ബാക്കി എല്ലാ ദിവസവും വണ്ടി ഓടുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ഈറോഡാണ്. പിന്നെ ഈറോഡ് കഴിഞ്ഞാൽ തിരുപ്പൂര്, കോയമ്പത്തൂർ നോർത്ത്, കോയമ്പത്തൂർ. പിന്നെ നമുക്ക് മിക്കവാറും ഈറോഡ് എത്തുമ്പോൾ ഭക്ഷണം വാങ്ങാം. അവിടെ തന്നെ വാങ്ങിക്കുന്നത്. അവിടെ നമുക്ക് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇങ്ങനെ അതെ അത് വാങ്ങിക്കാം. സേലത്ത് 3 മിനിറ്റാണ് ഹോൾട്ട് ഉണ്ടായത്. ഇവിടുന്ന് വണ്ടി എടുത്ത് ഈറോഡ് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി ഇതാ കുതിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ഒറ്റക്ക് ഉണ്ടല്ലോ, WP4. സമയം 6:57. ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈറോഡ് ജംഗ്ഷൻ. ഈറോഡ് പ്ലാറ്റ്ഫോം വരുന്നത് ഇവിടെയല്ല, അപ്പുറത്തെ സൈഡില്ല. ഞാൻ ഇവിടെ വരുന്ന വിചാരിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വന്നത്, ഇപ്പം ഇവിടെ വന്നില്ല. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് രാത്രി കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിച്ചു വെക്കാം. കറക്റ്റ് 7 മണിയായി. ഇനി എന്നാൽ പിന്നെ ഇവിടുന്ന് രാത്രി കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിക്കാം. 2 ചിക്കൻ ബിരിയാണി പോയി പറഞ്ഞു നവി. 2 ചിക്കൻ ബിരിയാണി 100 രൂപയായിരിക്കും. ചൂട് നോക്കണേ നവി, ചൂട് നോക്കണേ. 2 ചൂട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. ഇത് ഇവിടെ നിന്നും കഴിക്കുന്നില്ല, തിരുപ്പൂര് കഴിഞ്ഞ ശേഷം നമുക്ക് കഴിക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി എടുക്കും. 5 മിനിറ്റിൻ്റെ അടുത്ത് ഇവിടെ വണ്ടി നിന്നു, ഹോൾട്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതാ വണ്ടി എടുത്തിരിക്കുകയാണ്. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി ഇതാ ഇവിടുന്ന് എടുത്തിരിക്കുകയാണ്. ഈറോഡ് ജംഗ്ഷൻ. ട്രെയിൻ ഇപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് ഹോൾട്ട്. അടുത്ത സ്റ്റോപ്പാണ് കോയമ്പത്തൂർ നോർത്ത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ സീറ്റിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി, കാരണം എല്ലാവരും ഏകദേശം ഓൾറെഡി ഇറങ്ങി. പിന്നെ നേരത്തെ വാങ്ങിച്ച ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. 2 ചിക്കൻ ഇത് ചൂടോടെ തന്നെ വാങ്ങിച്ച്. അവിടെ ഉണ്ടായത് തണുത്തു പോയതാണ്, അത് ഞങ്ങൾ തന്നെ പറഞ്ഞ് മാറ്റി ചൂട് തന്നെ വേണമെന്ന് പറഞ്ഞു. ചൂട് വേണം, ഒന്നാമതിന് AC-യിലാണ് പോകുന്നത്. പിന്നെ തണുത്തത് കഴിക്കാൻ പറ്റില്ല. ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക രീതിയിൽ. പിന്നെ അച്ചാറും സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് വേണ്ട. യെസ്, ഒരു ഫ്രൈ ടൈപ്പാണല്ലേ ചിക്കൻ. ഈ ഈറോഡ്, സേലം, കോയമ്പത്തൂർ ഈ ഭാഗങ്ങളൊക്കെ ബിരിയാണി എന്ന് വെച്ചത് ഇങ്ങനെയാണ്. പിന്നെ കോയമ്പത്തൂരാണെങ്കിൽ ഒരു മുട്ടയും കൂടെ എക്സ്ട്രാ ഉണ്ടാകുമായിരുന്നു. ഇനിയിപ്പം കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം കോയമ്പത്തൂർ നോർത്ത് എത്തും. ഒരു 50 കിലോമീറ്ററിലേ പോകാനുള്ളൂ. കോയമ്പത്തൂർ നോർത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനെത്താനായി. KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 419 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇതാ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 9 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. 8:50 ആകുമ്പോഴേ എത്തി, 10 മിനിറ്റ് മുന്നേ. കോയമ്പത്തൂർ ജംഗ്ഷൻ. കോയമ്പത്തൂർ ജംഗ്ഷൻ. ഓ ബാഗ് ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. അവിടെ നല്ല തിരക്കുണ്ട്. ഏതൊരു വണ്ടി വരാനുണ്ട് തോന്നുന്നു അവിടെ. ഞാൻ ഫൈനലി കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. കുറച്ച് അങ്ങ് കൊണ്ടേ നിർത്തുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ട്രെയിൻ ഇതാ. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഇതിൻ്റെ non-AC കോച്ച് D1. ഇപ്പോൾ സമയം കറക്റ്റ് 9 മണിയായി. ഇത് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു പഴയ സ്റ്റീം ലോക്കോയൊക്കെ ഉണ്ട്. ഇതാണ്
കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു മുഖമുദ്രയായിട്ട് ഇവിടെ തന്നെ പുറത്തന്നെ അത് വെച്ചിട്ടുണ്ട്. ഈ രാത്രിക്കത്തെ ഒരു തിരക്കുണ്ട് കോയമ്പത്തൂരിൻ്റെ. നല്ല തിരക്കാണ്, നല്ല തിരക്കാ, ആ ഭാഗത്തേക്ക് നല്ല തിരക്കാ. ഇനിയിപ്പോൾ അകത്തേക്ക് തന്നെ നമുക്ക് കയറാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. റോഡ് മുറിച്ച് കിടക്കാൻ നേരം ഇതേ 2 ബസ്സുകൾ വരുന്നു. ഇതാ ഉക്കടം ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന ബസ്സുകളാണ് ഇതൊക്കെ. പ്രൈവറ്റും ഉണ്ട് പുറകില്, ബ്ലോക്കായി ഈ കാറ് നിർത്തിയുണ്ട്. അത് പ്രൈവറ്റ് ആണ്, ഇത് പ്രൈവറ്റ്. ഗാന്ധിപുരം ഉക്കടത്തേക്ക് പോകുന്ന ബസ്സാ ഇതൊക്കെ. ഇനി നമുക്ക് കടക്കാം റോഡ്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ പുറത്തുനിന്നൊക്കെ ഞങ്ങളെ വണ്ടി വന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇനി അടുത്തൊരു വണ്ടി കയറേണ്ടത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ഞങ്ങളിനി നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഒരു ചെന്നൈയിൽ നിന്ന് ഒരു വണ്ടി വരാനുണ്ട്, അതിന് സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നൊരു യാത്ര വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിനിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. പാലക്കാടൊക്കെ പോകുന്ന ഒരുപാട് മലയാളികൾ. എനിക്കൊന്ന് പാലക്കാടൊക്കെ നീട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. തീർച്ചയായും ഇനിയിപ്പോൾ കുറേ പേര് പോകുന്നത് വെസ്റ്റ് കോസ്റ്റിനായിരിക്കും. നമ്മുടെ മലബാർ ഭാഗത്തേക്കൊക്കെ പോകേണ്ട ഒരുപാട് മലയാളികളുണ്ടല്ലോ, അവർക്കൊക്കെ യൂസ്ഫുൾ ആയൊരു വണ്ടി വെസ്റ്റ് കോസ്റ്റ് ആണ്. അതെ. അപ്പോൾ എന്താ പറയുക, ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസങ്ങളിലേക്കും ബൈ.